നമസ്കാരം. നമ്മൾ ഞാൻ എൻ്റെ എങ്ങനെ നമുക്ക് ലേബർ പെയിൻ ഉണ്ടാക്കാം എന്ന് പറയുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഫോളീസ് ഇൻഡക്ഷൻ. ഇപ്പോഴും പലർക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ഫോളീസ് ഇൻഡക്ഷൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ, കൺസെൻ്റ് എടുക്കുമ്പോൾ പലർക്കും പേടിയാണ്. അതെന്ത് എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ആ പേടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സെപ്പറേറ്റ് അതിനെക്കുറിച്ച് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് ഫോളീസ് ഇൻഡക്ഷൻ? ശരിക്കും ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി, ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ഒക്കെ ആകുമ്പോഴത്തേക്കിന് പ്രഗ്നൻസി ആകുമ്പോൾ മിക്കവാറും ഒരു 37 വീക്സ് 38 വീക്സ് ആകുമ്പോഴേ ആ യൂട്രസിൻ്റെ താഴ്ഭാഗം ചെറിയൊരു വികസനമൊക്കെ ഉണ്ടാവും. 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അടുപ്പിച്ചൊക്കെ ഒരു വികസനം ഉണ്ടാവും. സോഫ്റ്റും ആയിരിക്കും സെർവിക്സ്. പക്ഷേ ഫസ്റ്റ് പ്രഗ്നൻസി വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വികസനം വരണം എന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യും. ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് തീരെയും വികസനം ഇല്ല, അതായത് ഒരു ഫിംഗർ പോലും കയറ്റാൻ വികസനം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഉള്ളവർക്ക് നോർമൽ ഡെലിവറി അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ മെത്തേഡ്സ് എടുത്തേ പറ്റൂ. കാരണം നോർമലി നമ്മൾ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നത് ടാബ്ലറ്റ്സ് കൊടുത്ത് ആദ്യം സെർവിക്സിനെ ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ പുറത്ത് പിറ്റോസിൻ എന്ന് പറയുന്ന ഡ്രിപ്പ് ഇട്ട് അത് വഴി പെയിൻ വരുത്തിക്കുകയാണ്. അപ്പം ഗുളിക കൊടുക്കുമ്പോഴേ കുറച്ചൊരു പെയിൻ വരും, സെർവിക്സ് കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞ് പിന്നെ പിറ്റോസിൻ ഇടുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ വികസനം വരും എന്നുള്ളതാണ്. പക്ഷേ ഈ തീരെയും വികസനം ഇല്ലാത്ത, അതായത് ഓസ് ക്ലോസ്ഡ് എന്ന് പറയുന്ന ആൾക്കാരിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ടാബ്ലറ്റ് കൊടുത്താലോ അല്ലെങ്കിൽ പിറ്റോസിൻ ഇട്ടാലോ ചിലപ്പോൾ പെയിൻ വരണമെന്നോ അല്ലെങ്കിൽ യൂട്രസിൻ്റെ താഴ്ഭാഗം ഓപ്പൺ ആകണമെന്നോ ഇല്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വന്നാലും ഒത്തിരി സമയമെടുത്തായിരിക്കും ഇത് വികസനം വരിക. അപ്പോൾ സാധാരണ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മൾ പറയുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് 1 സെൻറ്റിമീറ്റർ പെർ അവർ എന്നാണ്, അതായത് 1 മണിക്കൂറിൽ 1 സെൻറ്റിമീറ്റർ വികസനം എന്നാണ്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഈ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഗുളിയോ ഡയറക്റ്റ് കൊടുത്താൽ അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ ഫോളീസ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന സാധനം അഡ്വൈസ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോഴേ പലർക്കും പേടിയാണ്, അതെന്താണ് കാര്യം എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിലെന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം. എന്താണ് ഫോളീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോളീസ് എന്ന് പറയുന്ന ട്യൂബ് നമ്മൾ സർജറിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മൂത്രം പോകാതെ ആൾക്കാർ വരുമ്പോഴോ നമ്മൾ മൂത്രത്തിന് വേണ്ടി ഇടുന്ന ട്യൂബിനെയാണ് ഫോളീസ് എന്ന് പറയുക. അതൊരു നോർമൽ ഒരു ട്യൂബാണ്, ഒരു യെല്ലോ കളറിലുള്ള ഒരു ട്യൂബാണ്. അതിൻ്റെ അറ്റത്ത് നമുക്ക് ഒരു ബൾബുണ്ട്. അത് നമുക്ക് പുറമേ പൊട്ടിക്കുമ്പോൾ കാണാൻ പറ്റില്ല. അത് നമ്മൾ എന്തെങ്കിലും വെച്ച് വീർപ്പിക്കുകയാണെങ്കിൽ, അതിപ്പം എയർ വെച്ച് വീർപ്പിക്കാം, അല്ലെങ്കിൽ വെള്ളം വെച്ച് വീർപ്പിക്കാം, അല്ലെങ്കിൽ സലൈൻ ഇട്ട് വീർപ്പിക്കാം, എന്തെങ്കിലും വീർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റത്തുള്ള ബലൂണ് വീർത്ത് വരും. അപ്പോൾ അതാണ് ഈ പ്രോസസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുക. എന്താണ് ഈ പ്രോസസ്സ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അടഞ്ഞിരിക്കുന്ന ഒരു ഹോൾ വഴി നമ്മൾ ഒരു സാധനം, ഒരു ട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിൻ്റെ അറ്റത്തൊരു ബൾബുണ്ട്, അതിനെ നമ്മൾ വെള്ളം വെച്ച് വീർപ്പിക്കുകയാണ്. അതൊരു 60 ml 50 ml വെള്ളം വെച്ച് വീർപ്പിക്കുമ്പോൾ ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ വലിപ്പം വരും ആ ട്യൂബിന്, ആ ബലൂണിന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ട്യൂബിനെ താഴേക്ക്, അപ്പോൾ ഇത് അടഞ്ഞിരിക്കുകയാണ്, ട്യൂബിനെ താഴേക്ക് നല്ല ടൈറ്റാക്കി വലിച്ച് തൊടയിലേക്ക് ഒട്ടിച്ച് വെക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഫോളീസ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത്രയും ടൈറ്റായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിൽ നമ്മൾ പുറമേ ഒരു 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബൾബ് വെച്ചിട്ട് താഴേക്ക് വലിച്ച് പ്രഷർ അപ്ലൈ ചെയ്ത് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്ത് വെക്കുമ്പോൾ ആ വരുന്ന ഫോഴ്സ്, ആ വലിവിൻ്റെ ഫോഴ്സ് കാരണം നാച്ചുറലി ഈ ഭാഗം ഓപ്പണായി വരും, താഴ്ഭാഗം ഓപ്പണായി വരും. ഓപ്പണായി വന്ന് ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2.5 സെൻറ്റിമീറ്റർ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ബലൂൺ തന്നെ താഴേക്ക് പോരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിലർക്കിപ്പോൾ ഈ ഫോളീസ് ട്യൂബ് ഇട്ടാൽ തന്നെ പെയിൻ വരും. ചിലർക്ക് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഗുളിക കൊടുത്താലേ വേദന വരുമെന്ന് വരും. എന്നാലും ഈ ഒരു 2-2.5 സെൻറ്റിമീറ്ററിൽ ഉണ്ടാകുന്ന വികസനം നമുക്ക് ഗുളിക കൊടുക്കുന്നതിന് മുന്നേ ആക്കിയാൽ പിന്നെ നമുക്ക് ഗുളിക കൊടുത്ത് കുറച്ചുകൂടെ ഈസി ആയിട്ട് വികസിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ പലർക്കും സംശയം വരും, ഇതിട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ, എനിക്ക് നടക്കാൻ പറ്റുമോ, എന്തൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. ഇതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ പെയിൻ സ്റ്റാർട്ട് ചെയ്യാം, 1. 2, അത് വലിഞ്ഞ് തൊടയിൽ ഒട്ടിയിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. ഇതിൻ്റെ കൂടെ ഇത് ഇടുന്നത് കൊണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ കാനുല ഇടും. ഈ 3 കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് നടക്കാം, നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരിക്കും, സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം, ടോയ്ലറ്റിൽ പോവാം, ഭക്ഷണം കഴിക്കാം, നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോർമലി ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹാർട്ട് ബീറ്റ് നോക്കും. അതിൻ്റെ കൂടെ ഇത് താഴേക്ക് വലിഞ്ഞ് പോരുമ്പോഴത്തേക്കിന് ലേബർ റൂമിലേക്ക് വരിക എന്നും പറയും. ഇതാണ് ഫോളീസ് ഇൻഡക്ഷൻ. പലരും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ആകാംക്ഷയോടെ പേടിയോടെയാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നിങ്ങൾ കൂടുതൽ ആകാംക്ഷയോടെ കാണേണ്ട കാര്യമില്ല.
പലരുടെ അടുത്തും നേരത്തെ ഫോളീസ് ഇൻഡക്ഷൻ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ പലരും ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാതെ തന്നെ പോയവരുണ്ട്. എന്നെ കാണിച്ചുകൊണ്ടിരുന്നവർ പലരും പോയവരുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നോർമൽ ഡെലിവറി അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഇത് ഈ പ്രൊസീജിയർ ചെയ്യുന്നതിൻ്റെ ഒരു പേടിയായിരിക്കാം. അപ്പോൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഒരു ഹോളിനകത്തോട്ട് ഒരു സാധനം കയറ്റി ആ ഹോളിനെ ഫോഴ്സ്ഫുള്ളി അതിനെ ഡയലേറ്റ് ചെയ്യിക്കുന്നു. ഗുളിക കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് കുറച്ച് ഡയലറ്റേഷൻ അല്ലെങ്കിൽ വികസനം അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ അത് കാരണം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ ഗുളിക തരും, അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലൂക്കോസ് ഡ്രിപ്പ് ഇടും. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ ട്യൂബ് എന്ന് പറയുന്നത് താഴോട്ട് വരുന്നത് ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് വരാം, ചിലർക്ക് 6 മണിക്കൂർ എടുക്കും, ചിലർക്ക് 8 മണിക്കൂർ എടുക്കും. അത് ഡിപ്പെൻസ്. ഓരോരുത്തരുടെ സെർവിക്സിൻ്റെ കട്ടി, ഓരോരുത്തരുടെ സെർവിക്സ് ഓപ്പണായി വരുന്ന എത്ര പെട്ടെന്ന് ഓപ്പണായി വരും എന്നൊക്കെ ഉള്ള അനുസരിച്ചിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും നമുക്ക് ഡെലിവറി പ്രോസസ്സിന്, അതായത് ലേബർ പെയിൻ വരുന്ന പ്രോസസ്സിന് കുറച്ചുകൂടെ ടൈം എടുക്കും എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ്. ഇപ്പോൾ ഫോളീസ് എന്താണ്, ഫോളീസ് ഇൻഡക്ഷൻ എന്താണ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.